വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എനർജി ബാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പല കുട്ടികളും പല നട്ട്സും കഴിക്കാതിരിക്കും. എൻ്റെ മക്കളൊക്കെ ആണെങ്കിലും വാൾനട്ടൊന്നും കഴിക്കില്ല. പക്ഷേ വാൾനട്ട് നമ്മുടെ ബ്രെയിനിനും അതുപോലെ തന്നെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പം അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എനർജി ബാറിൻ്റെ റെസിപ്പിയാണ്. നട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു എനർജി ബാറിൻ്റെ റെസിപ്പിയാണ്. അതായത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഡേറ്റ്സ് നല്ല ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ഇത് ഇങ്ങനെ കുതിരാൻ വേണ്ടി വെക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ബദാം, അതുപോലെ പിസ്ത, വാൾനട്ട്, കാഷ്യൂ. ഇതിപ്പം ഓരോ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പംകിൻ സീഡ്സ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ ചിയ സീഡും സൺഫ്ലവർ സീഡുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഓട്സ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ആദ്യം കട്ടിയുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം. പ്രത്യേകിച്ച് അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം, കണ്ടോ, ആ ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ചെറിയൊരു എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് ചൂടായി വരുമ്പം എന്താ പറയുക, ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ അതുണ്ടാവും. അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അത് മറ്റൊരു ബൗളിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇവിടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ സീഡ്സും ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, ചിയ സീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരും. ആ പൊട്ടി വരുന്ന ടൈം വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് മാറ്റുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഓട്സാണ്. അപ്പോൾ ഓട്സാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒന്ന് 2-3 മിനിറ്റ് മാത്രം മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. എന്താ, ഒരു നല്ലൊരു സ്മെല്ല് തന്നെ വരും ഇതൊന്ന് നല്ലോണം റോസ്റ്റായി വരുമ്പം. അപ്പോൾ നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് ഇതും മാറ്റി വെക്കാം. ഇനി നമ്മളുടെ ആ ഒരു നട്ട്സ് എല്ലാം കൂടി ഈ ഒരു ചോപ്പറിലിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഒരുപാട് അരച്ചെടുക്കുമ്പം മിക്സിയിലിട്ടാണെങ്കിൽ ചെയ്യുന്നത്, അരച്ചെടുക്കുമ്പം ഒരുപാട് പൾസ് മോഡിലിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അത് എണ്ണയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൾസ് ബട്ടണിലിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മതി. ആദ്യം ഒന്ന് ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് കണ്ടോ, ഒരുപാട് ഞാൻ പൊടിച്ചെടുക്കുന്നില്ല, പൗഡർ പോലെ പൊടിച്ചെടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ പൗഡർ പോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ തയ്യാറാക്കും. അപ്പോൾ ഞാൻ എല്ലാം തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ അതുപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഡേറ്റ്സ് ഇതുപോലെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിനി ഒരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഇനി നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഈ ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താ പറയുക, വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു എനർജി ബാർ പെട്ടെന്നൊന്നും ചീത്തയായി പോകില്ല. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഡേറ്റ്സിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇടുന്നത് കൊണ്ടാണ് ഡേറ്റ്സിൻ്റെ അളവ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അഥവാ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കപ്പ് ഡേറ്റ്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ എന്താ പറയുക, ഹണിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുന്നതുകൊണ്ട് ഹണി ചേർക്കുന്നില്ല. ഡേറ്റ്സിൻ്റെ അളവ് 1 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പീനട്ട് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. പീനട്ട് ബട്ടറും കൂടി ചേർക്കുമ്പം നല്ലൊരു മോയ്സ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം എന്താ പറയുക, അപ്പോൾ പീനട്ട് ബട്ടറും കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു അളവ് ഇത്രയും കുറച്ച്, അതായത് ഡേറ്റ്സിൻ്റെ അളവ് കുറച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും കൂടി ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 50 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ പിന്നെ അതിന് ശേഷം ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ എല്ലാം അടിയിൽ നിന്ന് നല്ല രീതിയിൽ ആ ഡാർക്ക് ചോക്ലേറ്റും പീനട്ട് ബട്ടറും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് കോരി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിരുന്നത്. ഇപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ ഏത് ട്രേ വേണമെങ്കിലും, ഇപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രേയിലോ അല്ലെങ്കിൽ ചില്ലിൻ്റെ ഒരു ട്രേയിലോ ചേർക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു എന്താ പറയുക, ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിലൊന്ന് ഹാർഡായിട്ട് തന്നെ നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നാലേ നല്ല കട്ടയായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ആ സ്പൂൺ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരേ ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരേ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ 1-2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഹാർഡാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അഥവാ ഇങ്ങനെ വേണ്ട എങ്കിൽ, ഡാർക്ക് ചോക്ലേറ്റ് വേണ്ട എങ്കിൽ ഈ രീതിയിൽ തന്നെ ഒരു 1-2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അഥവാ ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈക്രോവേവിൽ ചെയ്തിട്ടോ ഇതുപോലെ നമുക്ക് അതിൻ്റെ മീതയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾ ഈ ഒരു നട്ട്സിൻ്റെ ബാറ് നല്ല രീതിയിൽ തന്നെ കഴിച്ചുകൊള്ളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇടുന്നത്. അഥവാ നിങ്ങൾക്ക് ഇനി ഡാർക്ക് ചോക്ലേറ്റ് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മറ്റേ നമ്മൾ ആദ്യം എടുത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് പക്ഷേ 2 മണിക്കൂറിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ആ ഒരു നട്ട്സ് വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. പംകിൻ സീഡ്സും അതുപോലെ ഫ്ലാക്സ് സീഡ്സും പിന്നെ ക്രാൻബെറി, ഒരു കളറും കിട്ടാൻ വേണ്ടി ഒരു ക്രാൻബെറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഹാർഡാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 1-2 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹാർഡായിക്കോളും. അപ്പോൾ ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, വിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും, ചെറുതായിട്ടോ അതെങ്കിൽ വലുതായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് 2 മണിക്കൂറൊന്നും വെച്ചിരുന്നില്ല, വളരെ കുറച്ച് സമയം മാത്രമേ വെച്ചിരുന്നുള്ളൂ. അപ്പം കുറച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും എന്താ പറയുക റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കുകയാണ്. വരയിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാർ മാത്രം മതി കേട്ടോ നമ്മളുടെ കുട്ടികളുടെ എന്താ പറയുക, ഒരു ദിവസം ഒരു ബാർ വെച്ച് കൊടുത്താൽ എല്ലാ പോഷക ഗുണങ്ങളുള്ള നല്ലൊരു മീൽ തന്നെ കുട്ടികൾക്ക് കിട്ടും. നട്ട്സ് കഴിക്കാത്ത ഏത് കുട്ടിക്കും ഇത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും എല്ല് വളർച്ചയ്ക്കും അതുപോലെ എല്ലാത്തിനും നല്ലൊരു ഉത്തമ പരിഹാരം തന്നെയാണ്. പല കുട്ടികളും വാൾനട്ടും അതുപോലെ ഫ്ലാക്സ് സീഡ്സ് അങ്ങനെയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ എല്ലാം അടങ്ങിയ കാൽസ്യവും വൈറ്റമിനും മിനറൽസും എല്ലാം അടങ്ങിയ ഒരു പോഷകാഹാരം തന്നെ അവർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.